ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ നമ്മൾ ഉബുണ്ടു ഇൻസ്റ്റലേഷൻ എങ്ങനെയാണെന്ന് നോക്കി. ഇന്ന് മറ്റൊരു വീഡിയോയുമായാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഒരു പെൻഡ്രൈവിനെ എങ്ങനെ ഉബുണ്ടുവിൻ്റെയും വിൻഡോസിൻ്റെയും ബൂട്ടബിൾ പെൻഡ്രൈവ് ആക്കി മാറ്റാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിൻ്റെ അകത്ത് ഗൂഗിൾ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ അകത്ത് ഗൂഗിൾ എടുക്കാം. ഗൂഗിൾ എടുത്തതിന് ശേഷം ഗൂഗിളിൻ്റെ അകത്ത് വെൻറ്ററി ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അവിടെ സൈറ്റിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ അകത്ത് 3 ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. അതിൽ വിൻഡോസ് ഉണ്ട്, ലിനക്സ് ഉണ്ട്, ലൈവ് ISO ഉണ്ട്. നമുക്ക് വേണ്ടത് വിൻഡോസാണ്. അതായത് നമ്മൾ ഇപ്പം ആ ബൂട്ടബിൾ ആക്കാൻ പോകുന്നത് വിൻഡോസിൽ വെച്ചിട്ടാണ് ബൂട്ടബിൾ ആക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വിൻഡോസിൻ്റെ സോഫ്റ്റ്വെയറാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വന്നു. ഇവിടെയും ജസ്റ്റ് ഒന്ന് വിൻഡോസ് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇവിടെ ഡൗൺലോഡ് ആകുന്നുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് കഴിഞ്ഞ സമയത്ത് ഡൗൺലോഡായി വരും. അത് ഇവിടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഡൗൺലോഡ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഈ ഫയലിനെ നമുക്ക് ഇപ്പം അത് റാർ ഫയലായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് റാർ ചെയ്യണം. അതിന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഭാഗം എത്തി. ഇനി ജസ്റ്റ് ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ അടിക്കുക. അത് എക്സ്ട്രാക്റ്റ് ഫയൽസ് എന്ന് കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പം അതൊരു ഫോൾഡറായിട്ട് വന്നു. ഇനി അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്തിട്ട് ആദ്യം ഇതിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ അകത്ത് നമ്മൾ എടുക്കേണ്ടത് ഈ വെൻറ്ററി ടു ഡിസ്ക് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലേ, അത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ എസ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവരുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പെൻഡ്രൈവ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഫ്ലാഷ് ഡിസ്ക് 15 GB. നമ്മളിപ്പോൾ പെൻഡ്രൈവ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. USB കണക്ട് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ പെൻഡ്രൈവ് കണക്ട് ചെയ്ത് നമ്മൾ നേരത്തെ കണക്ട് ചെയ്തത് കൊണ്ടാണ് ഇവിടെ പെൻഡ്രൈവ് കാണിക്കുന്നത്. നിങ്ങളാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സെക്കൻഡ് ടൈമിൽ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് റിഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പെൻഡ്രൈവ് ഇവിടെ കാണിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് ഇൻസ്റ്റാൾ എന്ന് കൊടുക്കാം. എൻ്റെ ഇവിടെ എസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഇൻസ്റ്റാൾ എന്ന് എസ് കൊടുക്കാം. ഒന്നുകൂടി എൻ്റർ കൊടുക്കാം. കുറച്ച് വെയിറ്റ് ചെയ്യണം. ഒന്നും കൂടി കൊടുക്കാം. അത് ക്യാപ്സ് ലോക്ക് ആയതുകൊണ്ടായിരിക്കും മിക്കവാറും ഇത് ഓപ്പൺ ആവാതെ. ഞാൻ എൻ്റർ അടിക്കാം. ഇപ്പോൾ ദ DVS വിൽ ബി ഫോർമാറ്റഡ്. നമ്മൾ പെൻഡ്രൈവ് ഫോർമാറ്റ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. അതിൽ ഡാറ്റ ഉണ്ടോ അതെല്ലാം പോകുന്നതെന്ന് പറയുന്നത് എസ് കൊടുക്കാം. ആ പെൻഡ്രൈവിന് ഒന്നും കൂടി എസ് കൊടുക്കാം. അപ്പോൾ ആ പെൻഡ്രൈവ് ഇപ്പോൾ ഫോർമാറ്റായിട്ട് വരും. പെൻഡ്രൈവ് ഫോർമാറ്റായി. പെൻഡ്രൈവ് ഫോർമാറ്റ് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ പെൻഡ്രൈവ് ഇപ്പോൾ ഒരു ബൂട്ടബിൾ പെൻഡ്രൈവായി മാറി. ഇനി ഇതെല്ലാം ക്ലോസ് ചെയ്യുക, ഇതും ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞെങ്കിൽ, മൈ കമ്പ്യൂട്ടർ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോൾഡർ അഡീഷണലായിട്ട് വന്നു. ഇതാണ് നമ്മൾ പെൻഡ്രൈവ്. ഇനി എന്താ കാരണത്തിൽ നമ്മൾ OS ഡൗൺലോഡ് ചെയ്തിട്ടാവില്ലേ. നമ്മളിപ്പം വിൻഡോസിൻ്റെ ആണെങ്കിലും ലിനക്സിൻ്റെ ആണെങ്കിലും സ്കൂൾ ലിനക്സിൻ്റെ ആണെങ്കിലും OS നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ OSനെ ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച OS ആണ് ഇത്. സ്കൂൾ ഉബുണ്ടുവിൻ്റെ 22.4 എന്ന സോഫ്റ്റ്വെയറാണ്. ഇനി അതിന് നമ്മളിവിടെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തു.
ഇനി എന്താക്കാറില്ല, നമ്മൾ ഈ പെൻ ഡ്രൈവിൻ്റെ അകത്തേക്ക് അത് ജസ്റ്റ് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പം അത് ഈ പെൻ ഡ്രൈവ് നമ്മൾ പേസ്റ്റ് ചെയ്ത് ഫിനിഷായി കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ആ പെൻ ഡ്രൈവിൻ്റെ അകത്ത് ബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉബുണ്ടു ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റും. ഇതൊന്ന് നിങ്ങൾ ചെയ്തു നോക്കാം. താങ്ക് യു.